പലപ്പോഴും പല ചലച്ചിത്രങ്ങളിലും മറ്റുമായി പല കഥാപാത്രങ്ങളും വിരലുകളിലെയും കഴുത്തിലെയും ഒക്കെ ജോയിന്റുകളിലെ ഞെട്ട വളരെ സ്റ്റൈലിഷായി പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ നിങ്ങളും ഇത് ചെയ്തിട്ടുണ്ടാവും. ചിലർക്കെല്ലാം വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന പ്രവൃത്തിയാണെങ്കിലും ചിലരൊക്കെ വേദന കാരണം ഇത് ചെയ്യാൻ ഭയക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ജോയിന്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വെൽക്കം ടു മോഷൻ ബുക്സ് ഈസ് ഇൻഫോ. സാധാരണയായി നമ്മൾ ഞെട്ട പൊട്ടിക്കുന്ന സന്ധികൾ പലപ്പോഴും മുട്ടുകൾ, കാൽമുട്ടുകൾ, കണങ്കാൽ, പുറം, കഴുത്ത് എന്നിവയിലേതാണ്. പലപ്പോഴും പലരെയും സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമായുള്ള ഒരു ലൂസിനെസ്സും ഈസിനെസ്സും എല്ലാം ലഭിക്കുന്നത് പോലെ തോന്നും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഞെട്ട പൊട്ടിക്കുന്നത് നഖം കടിക്കുന്നത് പോലെയുള്ള ഒരു തരം ശീലമാണ്. പല പഠനങ്ങളും ഇത് ശരിവെക്കുന്നുണ്ട്. ചില പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് ഇത് കൂടുതലായി ചെയ്യുന്നതെന്നാണ്. നമ്മുടെ എല്ലാ അസ്ഥികൾക്കിടയിൽ ഓരോ സന്ധികളിലും ചലനം സുഗമമാക്കാൻ സൈനോവിയൽ ഫ്ലൂയിഡ് എന്നൊരു ദ്രാവകമുണ്ട്. അസ്ഥികൾക്കിടയിൽ ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള ലൂബ്രിക്കൻസ് പോലെ ഇത് പ്രവർത്തിക്കുന്നു. മുട്ടയുടെ വെള്ള പോലെ കൊഴുകൊഴുത്ത ഒരു ദ്രാവകമാണിത്. ഈ ദ്രാവകത്തിൽ വരുന്ന മർദ്ദ വ്യത്യാസം മൂലമുള്ള ഒഴുക്കാണ് ഞെട്ട പൊട്ടിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ശബ്ദമുണ്ടാകുന്നത് എങ്ങനെയെന്നതിന് കൃത്യമായ ഉത്തരം ഈ നിഗമനത്തിൽ നൽകാനായിട്ടില്ല. അല്ലെങ്കിൽ ഇതിന് തർക്ക വിഷയമായി മാറുകയാണ് ഉണ്ടായത്. ഇതിന് വിരാമമിടണം എന്ന ഉദ്ദേശവുമായി കാലിഫോർണിയ സർവകലാശാലയിലെ റേഡിയോളജിസ്റ്റ് റോബർട്ട് ഡി ബൗട്ടിന്റെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്തുകയുണ്ടായി. 17 സ്ത്രീകളും 23 പുരുഷന്മാരും അടങ്ങുന്ന 40 പേർ ഈ പഠനത്തിൽ പങ്കെടുത്തു. ഇവരിൽ ഞെട്ട പൊട്ടിക്കുന്നത് ശീലമാക്കിയവരും അല്ലാത്തവരും ഉണ്ടായിരുന്നു. അൾട്രാസൗണ്ട് ഇമേജിംഗ് സഹായത്തോടെ വിരലുകളിൽ കാണുന്ന മെറ്റാകാർപ്പോഫലാങ്കിയൽ ജോയിന്റ് എന്ന സന്ധിയെ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം നടന്നത്. ബൗട്ടിൻ പറയുന്നതനുസരിച്ച് ഒരു അൾട്രാസൗണ്ടിന് വിരലുകളുടെ MRIയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകാനാവും. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഉദ്ധരിച്ചാൽ സന്ധികൾക്കിടയിൽ ഫയർ വർക്സിന് സമാനമായ ഒരു ഫ്ലാഷിംഗ് നടക്കുന്നുണ്ട്. ഇത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു കണ്ടെത്തലായിരുന്നു. ശബ്ദത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ബബിൾ മോഡൽ മികച്ചതാണെന്ന് ബൗട്ടിൻ ഉറപ്പിച്ചു. ബബിൾ മോഡൽ പ്രകാരം സന്ധികളെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും കുഷ്യൻ ചെയ്യുകയും ചെയ്യുന്ന സൈനോവിയൽ ഫ്ലൂയിഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുമിളുകൾ രൂപപ്പെടുകയും പൊട്ടുകയും ചെയ്യുന്നതിന്റെ ഫലമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അൾട്രാസൗണ്ടിലെ ക്രാക്കിംഗ് ശബ്ദവും തിളക്കമുള്ള ഫ്ലാഷുമെല്ലാം ഫ്ലൂയിഡിലെ വാതകുമിളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തങ്ങൾക്ക് ഉറപ്പിച്ചു പറയാനാകും എന്ന് അദ്ദേഹം പറയുന്നു. ഞെട്ട പൊട്ടിക്കുന്നതിനായി നമുക്ക് സന്ധികളിൽ കുറച്ച് ബലം പ്രയോഗിക്കേണ്ടതായി വരുന്നു. ഇത് സന്ധികളെ കുറച്ച് അല്പം മാത്രം അകത്തുന്നു. ഇത് സന്ധികൾക്കിടയിലുള്ള വ്യാപ്തം കൂട്ടുന്നതിനിടയാകുന്നു. എന്നാൽ സൈനോവിയൽ ഫ്ലൂയിഡിന്റെ അളവിൽ വ്യത്യാസമൊന്നും വരുന്നുമില്ല. ഈ ദ്രാവകത്തിൽ ധാരാളം വാതകങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അധികമായി വരുന്ന വ്യാപ്തം ഒരു ലോ പ്രഷർ സോൺ ഉണ്ടാക്കുന്നു. ഇതുമൂലം ദ്രാവകത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വാതകങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് വരികയും ഒരു വലിയ കുമിള രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഏകദേശം 20 മിനിറ്റോളം സമയം കൊണ്ട് ഈ വാതകങ്ങൾ തിരിച്ച് ഫ്ലൂയിഡിൽ അലിഞ്ഞു ചേരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പ്രാവശ്യം ഞെട്ട പൊട്ടിച്ചതിന് ശേഷം ഉടനെ തന്നെ വീണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. എപ്പോഴും സോഡാ കുപ്പിയുടെ അടപ്പ് തുറക്കുമ്പോഴും ധാരാളം കുമിളകൾ രൂപപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അത് ഉയർന്ന മർദ്ദം ഉപയോഗിച്ച് അതിൽ ലയിപ്പിച്ച കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടപ്പ് തുറക്കുമ്പോൾ മർദ്ദം കുറയുകയും വാതകം രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതിന് സമാനമായാണ് ഞെട്ട പൊട്ടുന്നത്. എന്നാൽ ഇത്രയും ചെറിയ അളവിൽ വാതകം റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്രയധികം ശബ്ദം ഉണ്ടാക്കുന്നത്? ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരമില്ല എന്ന് വേണം പറയാൻ. ഞെട്ട പൊട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈബ്രേഷനുകൾ അളക്കാൻ ആക്സിലറോമീറ്ററുകൾ ഉപയോഗിച്ച് ഗവേഷകർ ശബ്ദത്തിന്റെ എനർജി ലെവൽ കണക്കാക്കുകയുണ്ടായി. വളരെ ചെറിയ അളവിലുള്ള ഊർജ്ജം മാത്രമാണ് കാണാനായത്. മാത്രമല്ല, ചില ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ 2 പ്രാവശ്യമായാണ് ശബ്ദം ഉണ്ടാകുന്നത്. ആദ്യത്തെ ശബ്ദം ലായനിയിൽ വാതകം ലയിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം രണ്ടാമത്തെ ശബ്ദം സന്ധികൾക്കിടയിലെ അകലം മാക്സിമത്തിൽ എത്തുമ്പോഴായിരിക്കും എന്നാണ് കരുതുന്നത്. പക്ഷെ ഇതെല്ലാം തർക്കവിഷയമായി തന്നെ നിലനിൽക്കുകയാണ്. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ? അത് കമന്റ് ചെയ്യണേ. മാത്രമല്ല, വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.